രാജ്യാന്തര വിപണിയിൽ കുതിപ്പ് തുടർന്ന് അസംസ്കൃത എണ്ണവില ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $80 മുകളിൽ. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് ശേഷം 10% വില വർധന. യുദ്ധം തുടർന്നാൽ എണ്ണവില 100 കടന്നേക്കുമെന്ന് വിദഗ്ധർ. ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ആശങ്കയിൽ ഇന്ത്യയും. യുദ്ധം നീണ്ടാൽ രാജ്യം നേരിടുക കടുത്ത ഊർജ്ജ പ്രതിസന്ധി. ഖത്തർ പ്രകൃതിവാതക മേഖലയെ ഇറാൻ ലക്ഷ്യമിടുന്നതും ഇന്ത്യക്ക് തിരിച്ചടി. ഗൾഫ് മേഖലയിൽ സംഘർഷം ശക്തിപ്പെടുന്നതിനിടെ ജനങ്ങളിലേക്ക് ഇറങ്ങി UAE ഭരണാധികാരികൾ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദും സംഘവും സന്ദർശനം നടത്തിയത് ദുബായ് മാളിൽ. ജനങ്ങളോട് നേതാക്കൾ സംവദിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിൽ വൈറൽ. ഗൾഫ് മേഖലയിലേക്കുള്ള സർവീസുകൾ ഇന്നും റദ്ദാക്കി എയർലൈനുകൾ. കരിപ്പൂരിൽ റദ്ദാക്കിയത് 40 സർവീസുകൾ. തിരുവനന്തപുരത്ത് മുടങ്ങിയത് 30 സർവീസുകൾ. നെടുമ്പാശ്ശേരിയിൽ നിന്ന് മസ്കറ്റിലേക്കുള്ള വിമാന സർവീസ് തുടങ്ങി. ഇറാനിലെ മിനാബിൽ സ്കൂൾ ആക്രമിച്ച് കുട്ടികളെ അടക്കം വധിച്ചതിൽ കൈകഴുകി അമേരിക്ക. സ്കൂളുകൾ ഇതുവരെ ലക്ഷ്യമിട്ടിട്ടില്ല എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി. ആരോപണങ്ങൾ പരിശോധിക്കാമെന്നും മാർക്കോ റൂബിയോ. ആക്രമിച്ചത് ഇസ്രായേലെന്ന് ഇറാൻ. മിനാബിൽ കൊല്ലപ്പെട്ടത് 160ഓളം പേർ. ഇറാനെതിരായ ആക്രമണത്തിന് സൈനിക സന്നാഹം വർദ്ധിപ്പിച്ച അമേരിക്ക. പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ പോർവിമാനങ്ങൾ അയച്ച് പെന്റഗൺ. വരാനിരിക്കുന്നത് കനത്ത ആക്രമണമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. മേഖലയിലെ രാജ്യങ്ങൾ വിടാൻ US പൗരന്മാർക്ക് നിർദ്ദേശം. ഇറാൻ ഇസ്രായേൽ US സംഘർഷത്തിൽ കേന്ദ്ര നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് സോണിയാഗാന്ധി. ഇറാൻ പരമാധികാരിയുടെ കൊലപാതകത്തിൽ അപലപിക്കാൻ സർക്കാർ തയ്യാറായില്ല. പ്രധാനമന്ത്രിയുടെ പ്രതികരണം UAEക്ക് എതിരായ തിരിച്ചടിയിൽ ഒതുക്കിയെന്നും സോണിയ. ഇന്ത്യയുടേത് നിഷ്പക്ഷ നിലപാടല്ലെന്ന് രാഹുൽ ഗാന്ധി. ഇറാനിലെ അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ഡൽഹിയിൽ ഇടതു പാർട്ടികളുടെ പ്രതിഷേധം. ജന്തർ മന്ദറിൽ പ്രകടനം സംഘടിപ്പിച്ച CPIM CPI പ്രവർത്തകർ. അക്രമത്തെ അപലപിക്കാത്ത പ്രധാനമന്ത്രി രാജ്യത്തിന് നാണക്കേടെന്ന് ഇടതു നേതാക്കൾ. മന്ത്രി വീണ ജോർജിന് പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ കേസിൽ KSU നേതാക്കൾക്ക് ജാമ്യമില്ല. ജാമ്യാപേക്ഷ നിരസിച്ച് കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. പ്രവർത്തകർ ജയിലിൽ കിടക്കുവോളം മന്ത്രി പുറത്തിറങ്ങണോ എന്ന് KSU തീരുമാനിക്കുമെന്ന് മുഹമ്മദ് ഷമാസ്. KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ ശേഷം ആദ്യമായി പൊതുവേദിയിലെത്തി ആരോഗ്യമന്ത്രി. പത്തനംതിട്ടയിൽ ആരോഗ്യം ആനന്ദം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് വീണ ജോർജ്. എത്തിയത് കഴുത്തിൽ കോളർ ധരിച്ച്. പൊതുജന ആരോഗ്യ മേഖലയെ തകർക്കാൻ ശ്രമമെന്ന് വീണ ജോർജ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ സമരവുമായി മുന്നോട്ടെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. കണ്ണൂരിലെ പ്രതിഷേധത്തിൽ മന്ത്രി ആവർത്തിച്ച് കള്ളം പറയുന്നെന്ന് അലോഷ്യസ് ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗ്. അന്തരീക്ഷത്തിലേക്ക് തള്ളിവിട്ടത് ഈ മന്ത്രിയുടെ ഈ വാദഗതികളാണ്. പൊള്ളയായിട്ടുള്ള, തെറ്റായിട്ടുള്ള, വ്യാജമായിട്ടുള്ള വാദഗതികളാണ്. അപ്പോൾ അത് തിരുത്താൻ ഇനിയെങ്കിലും മന്ത്രി തയ്യാറായില്ലെങ്കിൽ ഈ അക്രമങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു പോകട്ടെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KSUവിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അലോഷ്യസ് സേവ്യർ. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി പങ്കെടുത്ത പരിപാടിയിലും കോൺഗ്രസ് പ്രതിഷേധം. കരിങ്കൊടി പ്രതിഷേധം ആലപ്പുഴ തുറവൂരിലെ താലൂക്ക് ആശുപത്രി ഉദ്ഘാടനത്തിനിടെ. കോൺഗ്രസുകാരെ തടയാൻ CPIM പ്രവർത്തകർ സംഘടിച്ചതോടെ സംഘർഷാവസ്ഥ. ഇരു കൂട്ടരെയും പിന്തിരിപ്പിച്ച് പോലീസ്. ഇതാ കത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാ ചെണ്ടമേളവും മൈക്കൂടെ അനൗൺസ്മെന്റും മുഴങ്ങുന്നു. പണ്ടാരടുപ്പിൽ തീ കത്തിക്കുന്നു. ആറ്റുകാൽ പൊങ്കാലയിൽ പുണ്യം തേടി ഭക്തലക്ഷങ്ങൾ. പണ്ടാര അടുപ്പിലേക്ക് ക്ഷേത്രം തന്ത്രി തീ പകർന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കം. പൊങ്കാലയിടാൻ ചലച്ചിത്ര താരങ്ങളടക്കം പ്രമുഖർ. 2:15 ഉച്ചപൂജയ്ക്ക് ശേഷം പൊങ്കാല നിവേദ്യം. പാലക്കാട് സീറ്റിൽ രമേഷ് പിഷാരടിയെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിൽ ജില്ലാ കോൺഗ്രസിൽ കടുത്ത അതൃപ്തി. ഷാഫി പറമ്പിലിന്റെ നോമിനിയെ വീണ്ടും എത്തിക്കുന്നതിൽ ഒരു വിഭാഗത്തിന് എതിർപ്പ്. പാലക്കാട് പിഷാരടിയെ പരിഗണിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തീരുമാനങ്ങളായിട്ടില്ല. തീരുമാനം നമ്മുടെ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, സ്ക്രീനിങ് കമ്മിറ്റിയിൽ വെച്ച് പിന്നെ അത് അവിടെ കൊണ്ടുപോയി അവിടെ നമ്മൾ പാലക്കാടത്തെ കാര്യത്തിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. നമ്മൾ പലരെയും പരിഗണിക്കുന്നുണ്ട്, അതൊന്നും ഞാൻ ഇല്ല എന്ന് പറയുന്നു. ആറന്മുളയിൽ വീണ ജോർജ് വീണ്ടും ഇടതുമുന്നണി സ്ഥാനാർത്ഥി. കോന്നിയിൽ ജനീഷ് കുമാർ മത്സരിക്കും. തീരുമാനം CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ. സംസ്ഥാന നേതൃത്വത്തെ നിലപാട് അറിയിച്ച് ജില്ലാ ഘടകം.
KPCC പ്രസിഡന്റിനെ നേരിടാൻ പേരാവൂരിൽ KK ശൈലജയെ ഇറക്കുമെന്ന വാർത്തയോട് പരിഹാസസ്വരത്തിൽ പ്രതികരിച്ച VD സതീശൻ തോൽക്കുന്ന സീറ്റ് കൊടുക്കുന്നത് ശൈലജയെ ഒഴിവാക്കുന്നതിന് തുല്യം. സണ്ണി ജോസഫ് അതിശക്തൻ, ആര് വന്നാലും തോൽപ്പിക്കാനാവില്ലെന്നും പ്രതിപക്ഷ നേതാവ്. എലത്തൂരിൽ മന്ത്രി AK ശശീന്ദ്രനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിനെ ചൊല്ലി കോഴിക്കോട് NCPയിൽ പരസ്യ തർക്കം. മുക്കം മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കമ്മിറ്റിയിൽ പ്രമേയം. 3 പേർ ഒഴികെ എല്ലാവരും പ്രമേയത്തെ പിന്തുണച്ചെന്ന് മുക്കം മുഹമ്മദ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 90-ാം വയസ്സിൽ അന്ത്യം. ഉണ്ണികൃഷ്ണൻ വടകരയെ പാർലമെന്റിൽ പ്രതികരിച്ചത് 25 വർഷം. വിടവാങ്ങിയത് മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തനായ വക്താവെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ EDയുടെ ചോദ്യമുനയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസു. ചോദ്യം ചെയ്യൽ കൊച്ചിയിലെ ED ഓഫീസിൽ. ED രജിസ്റ്റർ ചെയ്ത കേസിൽ വാസു 4ാം പ്രതി. തന്ത്രി കണ്ഠര് രാജീവര് നാളെ ED ഓഫീസിൽ ഹാജരായേക്കും. തിരുവനന്തപുരത്ത് വീടിന് പിന്നിൽ ചിതയൊരുക്കി ജീവനൊടുക്കാൻ ശ്രമിച്ച വയോധിക മരിച്ചു. പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചത് നെയ്യാറ്റിൻകര സ്വദേശി നളിനകുമാരി. ജീവനൊടുക്കാൻ കാരണം ഭർത്താവ് ദീർഘകാലമായി രോഗാവസ്ഥയിൽ കഴിയുന്നതെന്ന് ബന്ധുക്കൾ. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ അപകട മരണത്തിൽ വിമാന കമ്പനിക്കെതിരെ ഗുരുതര ആരോപണവുമായി മകൻ ജയ് പവാർ. വിമാനം പറക്കുന്നതിനിടെ VSR വെഞ്ചേഴ്സ് ഉടമ പൈലറ്റിന്റെ സീറ്റിലിരുന്ന് ഉറങ്ങിയെന്ന് ആരോപണം. നടന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെന്ന് ജയ്. പശ്ചിമബംഗാളിൽ BJP അധികാരത്തിലെത്തിയാൽ നുഴഞ്ഞുകയറ്റക്കാരെ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ. അസമിൽ നടപ്പാക്കിയത് ബംഗ്ലാദേശികളെ കണ്ടെത്തി നാട് കടത്തുക എന്ന മാതൃക. അസം മാതൃക ബംഗാളിലും ആവർത്തിക്കുമെന്നും നിതിൻ നബി. വർണ്ണാഭമായ ഹോളി ആഘോഷങ്ങളിലേക്ക് കടന്ന് ഉത്തരേന്ത്യ. നിറങ്ങളിൽ ആറാടി ജയ്പൂരും വാരണസിയും പുഷ്കറും. ഓഫീസുകളിലും സ്കൂളുകളിലും ചായങ്ങൾ വിതറിയും മധുരപലഹാരങ്ങൾ കൈമാറിയും ആഘോഷം. മെക്സിക്കോയിൽ സൈന്യം കൊലപ്പെടുത്തിയ ലഹരി മാഫിയ തലവൻ എൽമെൻചോയ്ക്ക് ആഡംബര സംസ്കാരം ഒരുക്കി ഉറ്റവർ. അന്ത്യവിശ്രമം ഒരുക്കിയത് പൂക്കളാൽ അലങ്കരിച്ച സ്വർണ്ണ നിറത്തിലുള്ള ശവമഞ്ചത്തിൽ. സംസ്കാര ചടങ്ങുകൾ നടന്നത് സൈന്യത്തിന്റെ സാന്നിധ്യത്തിൽ. കോപ്പ ഡെൽ റേയിൽ ബാഴ്സലോണയ്ക്ക് ജീവൻ മരണ പോരാട്ടം. 4 ഗോളിന് പിന്നിലുള്ള ബാഴ്സ 2ാം പാദ മത്സരത്തിൽ അത്ലറ്റിക്കോയെ നേരിടും. മത്സരം പുലർച്ചെ 1:30 ക്യാമ്പ് നൗവിൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ജയം തുടരാൻ ലിവർപൂൾ. T20 ലോകകപ്പ് സെമി ആവേശത്തിലേക്ക്. ടീമുകൾ കഠിന പരിശീലനത്തിൽ. നാളെ ആദ്യ സെമിയിൽ അപരാജിതരായ ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. ഇംഗ്ലണ്ടിനെ നേരിടുന്ന ഇന്ത്യയും അവസാനവട്ട ഒരുക്കത്തിൽ. മത്സരം മറ്റന്നാൾ വാങ്കഡയിൽ.